കേന്ദ്രമന്ത്രിമാരെ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ആരെ എടുക്കണം? ആദ്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്, അല്ലെ? യെസ്, അല്ലെ? നരേന്ദ്രമോദിയെ കുറിച്ചല്ലേ പഠിക്കേണ്ടത്? എന്തൊക്കെയാണ് നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പ്? പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ പോർട്ട്ഫോളിയോകളും ആരുടെ ചുമതലയാണ്? നമ്മുടെ നരേന്ദ്രമോദിയുടെ ചുമതലയാണ്. ഓക്കെ, നരേന്ദ്രമോദിയുടെ ചുമതലയാണ്. ശ്രദ്ധിക്കണേ, എന്തൊക്കെയാ പറഞ്ഞത്? പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, പിന്നെ മറ്റാർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളും മറ്റു മന്ത്രിക്കൊന്നും അനുവദിച്ചില്ലാത്ത എല്ലാ പോർട്ട്ഫോളിയോസും. ഈ ഒരു ചിത്രം നോക്കിയേ നിങ്ങളെ, നരേന്ദ്രമോദി. യെസ്, ഈ ഒരു ചിത്രം മനസ്സിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. മോദിജി ഉണ്ട് ഇവിടെ, സ്പേസ് ഉണ്ട്, ആണവ പരീക്ഷണം, പിന്നെ ജസ്റ്റ് അവിടെ പെൻഷൻ എന്ന് എഴുതിയിരിക്കുന്നു. ഈ ചിത്രം എന്ത് ചെയ്യുക? മനസ്സിലേക്ക് കൊണ്ടുവരിക. കേട്ടോ. ഓക്കെ, യെസ്. പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ് ആൻഡ് പേഴ്സണൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ആൻഡ് പെൻഷൻ ഓൾറെഡി മനസ്സിൽ. പിന്നെ മറ്റു മന്ത്രിമാർക്ക് ഇല്ലാത്ത, ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ മുഖ്യമന്ത്രിയെ പഠിച്ചപ്പോഴും അങ്ങനെയാണല്ലോ, മറ്റു മന്ത്രിമാർക്കൊന്നും ഇല്ലാത്തതൊക്കെ മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് എന്ന് പറഞ്ഞ പോലെ മറ്റു മന്ത്രിമാർക്കൊന്നും ഇല്ലാത്ത വകുപ്പുകളെ ഇവിടെ പ്രധാനമന്ത്രിയുടെ ചുമതലയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു ചിത്രം മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റിവിഷൻ ചെയ്താൽ അത് കിട്ടിക്കോളും. യെസ്, അപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, പെൻഷൻ, എസ്, ഇതൊക്കെയാണ് ആരുടെ ചുമതല? നരേന്ദ്രമോദിജിയുടെ ചുമതല എന്ന് നോട്ട് ചെയ്ത് വെക്കാം. കേട്ടോ, ക്ലിയർ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ മന്ത്രിമാരുടെ വകുപ്പുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ. പക്ഷേ നമ്മൾ ഇതെന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇന്ന് ഞാൻ ഇത് പഠിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളോട് തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അടുത്തത് കുറെ ഉണ്ട്. അടുത്തത് പ്രതിരോധം. രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി, നമ്മുടെ രാജ്യത്തെ കാക്കുന്ന നാഥനാണ് ആര്? പ്രതിരോധം, അല്ലെ? രാജ്യത്തെ കാക്കുന്നതാണല്ലോ പ്രതിരോധം. നാഥനാണ് രാജ്നാഥ് എന്ന് പഠിച്ചു കേട്ടോ. അപ്പൊ പ്രതിരോധ മന്ത്രി ആരാണ്? പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ കാക്കുന്നവൻ നമ്മുടെ നാഥനാണ് എന്ന് പഠിച്ചു വെക്കാം. രാജ്നാഥ് സിംഗ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. രാജ്യത്തെ കാക്കുന്നത് ആരാണ്? പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് എന്ന് പഠിച്ചു. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. ആഭ്യന്തരം, അമിത്ഷാ എല്ലാവർക്കും അറിയാം. സഹകരണം കൂടി അവിടെ ഉണ്ട്. ആഭ്യന്തരവും സഹകരണവും ആരുടെ വകുപ്പാണ്? അമിത്ഷായുടെ വകുപ്പാണ് എന്ന് പഠിച്ചു വെക്കാം. അതെങ്ങനെ ഓർത്തു വെക്കാം? ആഭ്യന്തര കാര്യങ്ങളിൽ അമിതമായി സഹകരിക്കരുത്. ആഭ്യന്തര കാര്യങ്ങളിലെ അമിതമായി സഹകരിക്കരുത്. ആഭ്യന്തര വകുപ്പ് അമിതമായി, അമിത്ഷാ സഹകരിക്കരുത്. സഹകരണം ആഭ്യന്തരം അമിത്ഷായുടെ വകുപ്പാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ പെൻഷൻ ആരുടെയാ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആറ്റോമിക് ആയിട്ടുള്ള ഇതെന്തായിരുന്നു? ആറ്റോമിക് എനർജി, അല്ലെ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, അതുപോലെ തന്നെ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പേഴ്സൺ, ഇതൊക്കെ ആരുടെയായിരുന്നു? മോദിജിയുടെ ചുമതലയാണെങ്കിൽ രാജ്യത്തെ കാക്കുന്നത് രാജ്നാഥ് സിംഗ്, അല്ലെ? രാജ്യത്തെ കാക്കുന്നത് നാഥനാണെന്ന് പഠിച്ചു വെക്കാം. ആഭ്യന്തര കാര്യങ്ങളിൽ അമിതമായി സഹകരിക്കരുത്. ആഭ്യന്തരം സഹകരണം അമിത്ഷാ എന്നോർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ 3 ആളെ സെറ്റാക്കിയേ. നെക്സ്റ്റ്, ധനകാര്യമന്ത്രിയും കോർപ്പറേറ്റും നിർമ്മല സീതാരാമൻ എന്ന് അറിയാം. ആ പോയിന്റ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലെ? ധനകാര്യമന്ത്രി ഇത്രയും ഒരുപാട് ബജറ്റുകൾ അവതരിപ്പിച്ചു, ലേഡിയായി നിന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ധനകാര്യമന്ത്രി, കോർപ്പറേറ്റ് നിർമ്മല സീതാരാമൻ, അതിന് പ്രത്യേകിച്ച് കോഡൊന്നും ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റോഡ് ഗതാഗതവും ഹൈവേയും നിതിൻ ഗഡ്കരി. റോഡ് ഗതാഗതം, അതായത് നമ്മുടെ റോഡിലൊക്കെ ഫുള്ള് ഗഡ്കറാണ്, അല്ലെ? ഗട്ടറാണ് ഗഡ്കരി എന്ന് പഠിച്ചു വെക്കാം. റോഡ് ഗതാഗതം, ഹൈവേ, നമ്മുടെ റോഡിനെ ആലോചിച്ചാൽ മതി, അല്ലെ? റോഡ് ഗതാഗതവും ഹൈവേ ഒക്കെ ഗഡ്കരി, ഫുൾ ഗട്ടറാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഫുൾ ഗട്ടറാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. അപ്പൊ റോഡ് ഗതാഗതം,
റോഡ് ഗതാഗതം, ഹൈവേ, നിതിൻ ഗഡ്കരി എന്ന് പഠിച്ചു നോക്കാം. ഗട്ടർ ആണെന്ന് കിട്ടും കേട്ടോ. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. ആഭ്യന്തര കാര്യങ്ങളിൽ അമിതമായി സഹകരിക്കരുത്. സഹകരണവും ആഭ്യന്തരവും അമിത്ഷായുടെ വകുപ്പാണ്. രാജ്യത്തെ കാക്കുന്നവൻ നാഥനാണ് രാജ്നാഥ് സിംഗ് എന്ന് പഠിച്ചു നോക്കാം. പ്രധാനമന്ത്രിയും സെറ്റാണ്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെയാണോ? എഴുതിയെടുക്കാം, നോക്കി വെക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, സഹകരണം കൂടി അതിലേക്ക് വരുന്നു. ധനകാര്യം കോർപ്പറേറ്റ് നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ആ പറയൂ. യെസ്, 164 ഒക്കെ ആയി ലൈവില് അല്ലേ? ടൈപ്പിസ്റ്റുകാരും കൂടി ഉണ്ട് ഇതിനകത്തെ. സന്തോഷം. പോട്ടെ. അടുത്തത് ആദിവാസി കാര്യ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമം, അർജുൻ മുണ്ട. അപ്പൊ ഈ നോക്കിയ നിങ്ങളെ മുണ്ട, നിങ്ങളെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മുണ്ട കലാപം, ആദിവാസി കലാപത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മുണ്ട കലാപം, ആദിവാസി കലാപത്തെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അപ്പൊ അതങ്ങനെ കണക്ട് ചെയ്യാം. ആദിവാസികൾ കുറെ കൃഷിയും കർഷക ക്ഷേമവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണല്ലോ അല്ലെ? അപ്പൊ ആദിവാസി മുണ്ട എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ആദിവാസി മുണ്ട എന്ന് പറയുന്ന 2 പോയിന്റിൽ തന്നെ കൃഷിയും കർഷക ക്ഷേമവും നമുക്ക് കിട്ടണം കേട്ടോ. അപ്പൊ ആദിവാസി കാര്യ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമം, അർജുൻ മുണ്ട എന്ന് പഠിച്ചു. ഇനി വനിതാ ശിശു വികസനം, ന്യൂനപക്ഷ കാര്യം, അത് നേരത്തെ നമ്മളെ നിർമ്മല സീതാരാമനെ പറഞ്ഞ പോലെ സ്മൃതി ഇറാനി ആണെന്നുള്ളതിൽ പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ. എന്താണ് വനിതാ ശിശു വികസനം, ന്യൂനപക്ഷ കാര്യം, സ്മൃതി സുബിൻ ഇറാനി എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി വാണിജ്യ വ്യവസായം, ഉപഭോക്തൃ കാര്യ, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം, ടെക്സ്റ്റൈൽസ്, പീയൂഷ് ഗോയൽ എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. പീയൂഷ് ഗോയൽ, അതിന് പ്രത്യേകിച്ച് കോഡൊന്നും നമ്മുടെ ആവശ്യമില്ല, ഓർത്തു വെക്കാം. വാണിജ്യ വ്യവസായം, ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം, ടെക്സ്റ്റൈൽസ്, പീയൂഷ് ഗോയൽ എന്ന് നോട്ട് ചെയ്തു വെക്കാം. അപ്പൊ ആദിവാസി കാര്യ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമം, അർജുൻ മുണ്ട അല്ലെ? ആദിവാസി മുണ്ടയായിട്ട് കണക്ട് ചെയ്യാം. വനിതാ ശിശു വികസനം, ന്യൂനപക്ഷ കാര്യവും സ്മൃതി സുബിൻ ഇറാനി. ധനകാര്യം കോർപ്പറേറ്റ് ആരായിരുന്നു? നിർമ്മല സീതാരാമൻ അല്ലെ? വനിതാ ശിശു വികസനം, ഇവിടെ ന്യൂനപക്ഷം ആരാണ്? സ്മൃതി ഇറാനി എന്ന പോയിന്റും നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ. ഇനി വാണിജ്യ വ്യവസായം, ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യ പൊതുവിതരണം, ടെക്സ്റ്റൈൽസ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യ പൊതുവിതരണം. അപ്പൊ റേഷൻ കടയിലേക്ക് ഗോ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. റേഷൻ കടയിലേക്ക് പോവാന്ന് നമ്മളോട് വീട്ടിലുള്ളവരൊക്കെ പറയാറില്ലേ അല്ലെ? ഭക്ഷ്യ ഉപഭോക്തൃ കാര്യ പൊതുവിതരണം ഒക്കെ എന്താണ്? ഗോയൽ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. യെസ്, അപ്പൊ അതും കിട്ടിക്കോളും. ഓപ്ഷനകത്ത് കിട്ടിയാലും മതി കേട്ടോ. പീയൂഷ് ഗോയൽ എന്ന് നോട്ട് ചെയ്തു വെക്കാം. അപ്പൊ സെറ്റ് അല്ലേ? യെസ്, നോക്കിയേ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ അല്ലേ? എന്താ നെക്സ്റ്റ്? രാജ്നാഥ് സിംഗ് ഓക്കെ അല്ലേ? ആഭ്യന്തരം സഹകരണം അമിത്ഷാ, ധനകാര്യം കോർപ്പറേറ്റ് നിർമ്മല സീതാരാമൻ. റോഡിലൊക്കെ പിന്നെ ഫുള്ള് ഗട്ടറാണ്. പിന്നെയോ അർജുൻ മുണ്ട അല്ലെ? ആദിവാസി കാര്യ മന്ത്രാലയം, അർജുൻ മുണ്ട. വനിതാ ശിശു വികസനം, ന്യൂനപക്ഷം സ്മൃതി സുബിൻ ഇറാനി. വാണിജ്യം വ്യവസായം ഉപഭോക്തൃ കാര്യം, അതായത് ഉപഭോക്തൃതം, ഭക്ഷ്യം, പൊതുവിതരണം, ടെക്സ്റ്റൈൽസ് പോകാനും വ്യവസായം തുടങ്ങാനും റേഷൻ കടയിൽ പോകാനൊക്കെ വീട്ടിൽ നിന്ന് ഗോയൽ എന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് പോട്ടെ. അങ്ങനെ പഠിച്ചങ്ങ് കിട്ടണം കേട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? എല്ലാം മനസ്സിലുണ്ടാവണം. ഓക്കെ. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വ മന്ത്രാലയം, ധർമ്മേന്ദ്ര പ്രധാൻ. അതായത് വിദ്യാഭ്യാസവും നൈപുണ്യവും വളരെ പ്രധാനമാണ്. ഏതൊരു വ്യക്തിക്കും ഉണ്ടാവേണ്ടതാണ്. വിദ്യാഭ്യാസവും നൈപുണ്യവും പ്രധാനമാണ് എന്ന് ആലോചിച്ചാൽ മതി. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം പ്രധാനമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പഠിച്ചു വെക്കുക. വിദ്യാഭ്യാസവും നൈപുണ്യവും വളരെ പ്രധാനമാണ് കേട്ടോ. ഓക്കെ. വിദ്യാഭ്യാസവും നൈപുണ്യം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പഠിച്ചു. ഇനി പാർലമെന്ററി കാര്യം, കൽക്കരി ഖനി, പ്രഹ്ലാദ് ജോഷി എന്ന് പഠിച്ചു വെക്കാം. പ്രഹ്ലാദ് ജോഷി. പാർലമെന്ററി കാര്യം, കൽക്കരി ഖനി, പ്രഹ്ലാദ് ജോഷി. അതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പ്രഹ്ലാദ് ജോഷി എങ്ങനെ പഠിക്കാം? പാർലമെന്ററി കാര്യം, കൽക്കരി ഖനി കേട്ടോ. യെസ്, നമുക്ക് 2-3 പ്രാവശ്യം റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കാം. ഇനി സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭകങ്ങൾ നോക്കണേ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, നാരായൺ ടാറ്റു.
നമ്മൾ ഈ ടാറ്റു അടിക്കാറില്ലേ, അത് ചെറുതും വലുതും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇടത്തരമൊക്കെ അടിക്കാം. അടിച്ചൂടെ? ടാറ്റു അടിക്കുന്നില്ലേ, അത് ചെറുതും ഇടത്തരം വലുതൊക്കെ അടിച്ചൂടെ? അത്രേ ഉള്ളൂ കേട്ടോ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നാരായൺ ടാറ്റു എന്ന് പഠിച്ചു. ടാറ്റുകൾ സ്മോള്, മീഡിയം, ഇടത്തരം വലുപ്പത്തിലൊക്കെ അടിക്കാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ, കിട്ടൂലേ? യെസ്. അപ്പോ ഇത് ആലോചിച്ച് നോക്കിയേ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ടാറ്റു എന്നോർത്ത് വെച്ചാൽ മതി, നാരായൺ ടാറ്റു എന്നോർത്ത് വെക്കാം കേട്ടോ. പിന്നെ വിദേശകാര്യം സുബ്രഹ്മണ്യം ജയശങ്കർ. ഓക്കെ, ജീവിതത്തിലെ ഒരുപാട് വിദേശ യാത്ര ചെയ്തവരൊക്കെ വിജയിച്ചവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനൊന്നും പറ്റൂല അല്ലെ. ഏതായാലും വിദേശകാര്യം സുബ്രഹ്മണ്യ ജയശങ്കർ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഒന്ന് പറഞ്ഞേ എന്ത്? വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും സംരംഭകത്വ മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെ. വിദ്യാഭ്യാസവും നൈപുണ്യവും വളരെ പ്രധാനമാണ് എന്ന് പഠിച്ചു വെക്ക കേട്ടോ. ഇനി പാർലമെന്ററി കാര്യം കൽക്കരി ഖനി, പ്രഹ്ലാദ് ജോഷി. ജോഷിയുടെ ഏതെങ്കിലും പടം കൽക്കരി ഖനിയിൽ നിന്നൊക്കെയാണ് എന്നുള്ളത് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ, വേണ്ട അല്ലെ. അപ്പൊ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നാരായൺ ടാറ്റു എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, വിദേശകാര്യ വകുപ്പ് മന്ത്രി സുബ്രഹ്മണ്യ ജയശങ്കർ എന്ന പോയിന്റും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആദ്യം മുതൽ ഒന്നും കൂടി എടുക്കുകയാണേ. നരേന്ദ്രമോദി, പെൻഷൻ, പേഴ്സൺ പെൻഷൻ, ആറ്റോമിക് എനർജി, സ്പേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. യെസ്. പിന്നെ മറ്റു ആർക്കും ഇല്ലാത്ത വകുപ്പുകൾ അല്ലെ. പിന്നെ രാജ്നാഥ് സിംഗ്, രാജ്യത്തെ കാക്കുന്നത് നാഥനാണ്. ആഭ്യന്തരം സഹകരണം അമിത്ഷാ. കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? യെസ്. റോഡിൽ ആകെ ഗട്ടറാണ്. പിന്നെ ആദിവാസി മുണ്ട, കൃഷിയൊക്കെ അവരുടെയാണല്ലോ. വനിതാ ശിശു വികസനം സുബിൻ ഇറാനി, സ്മൃതി ഇറാനി. പിന്നെ വ്യവസായം തുടങ്ങാനും റേഷൻ കടയിൽ പോകാനും ടെക്സ്റ്റൈൽസ് പോകാനൊക്കെ ഗോ ഗോ ഗോ. പിന്നെ വിദ്യാഭ്യാസവും നൈപുണ്യമൊക്കെ പ്രധാനാണല്ലോ അല്ലെ. യെസ്. ഇനി കൽക്കരി ഖനി പ്രഹ്ലാദ് ജോഷി. പിന്നെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം നിങ്ങൾ മറക്കൂല, ടാറ്റു കേട്ടോ. ഓക്കെ, പിന്നെ വിദേശകാര്യം സുബ്രഹ്മണ്യ ജയശങ്കർ എന്ന് പഠിച്ചു വെക്കാം. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇപ്പൊ എത്ര ആളായി? 7. യെസ്. ഒന്ന് നോക്കിയേ, ഒരു മിനിറ്റ് ഒന്ന് നോക്കിയേ. ഒരു മിനിറ്റ്, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ, ഒരു മിനിറ്റ് ഒന്ന് നോക്കിയേ. 19. ഓക്കെ ആണ്. എന്നാ പോട്ടെ, അടുത്തല്ലേ പോട്ടെ. അപ്പൊ ഈ സുബ്രഹ്മണ്യ ജയശങ്കറിനെ കാണുമ്പോഴും ടാറ്റുവിനെ കാണുമ്പോഴും ജോഷിയെ കാണുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാനെ കാണുമ്പോഴൊക്കെ വകുപ്പുകളെ കിട്ടണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇത് നോക്കണ്ടോ. തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം, അതുപോലെ തന്നെ ആയുഷ്, സർബാനന്ദ സോനാവാൾ എന്ന് നോട്ട് ചെയ്തു വെക്കുക. സർബാനന്ദ സോനാവാൾ. ഇത് പെട്ടെന്ന് എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ തുറമുഖങ്ങളിലും ഷിപ്പിങ്ങിലും കടൽ തീരത്തൊക്കെ ജലപാതയുടെ കേന്ദ്രത്തൊക്കെ നദിയുടെ തീരത്തൊക്കെ നല്ല സർബത്ത് കിട്ടും എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം വേണമെങ്കിൽ കേട്ടോ. ബീച്ചിലും ഈ പറയുന്ന തുറമുഖത്തും ഷിപ്പിങ്ങിലൊക്കെ എന്താണ് വഴിയോര കച്ചവടക്കാരുണ്ടാവില്ല, നല്ല സർബത്ത് കിട്ടും. അപ്പൊ സർബാനന്ദ സോനോവാർ എന്നും എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഓർത്തു വെക്കാം. സർബാനന്ദ സോനോവാർ. ഇനി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം, ഡോക്ടർ വീരേന്ദ്രകുമാർ. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം, ഡോക്ടർ വീരേന്ദ്രകുമാർ. സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ ശക്തിയുള്ളവനാണ് വീരൻ കേട്ടോ. ഓക്കെ, ആ ചിത്രം വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ, സാമൂഹ്യ നീതി ശാക്തീകരണം, സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ ശക്തിയുള്ളവനാണ് വീരൻ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. യെസ്, സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ ശക്തിയുള്ളവനാണ് വീരൻ എന്ന് പഠിച്ചു വെക്കാം. തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം, ആയുഷ്, സർബാനന്ദ സോനോവാൾ എന്ന പോയിന്റും പഠിച്ച് വെക്കാം. കിട്ടും, ഓപ്ഷൻ കണ്ടാ കിട്ടും കേട്ടോ. ഇതിങ്ങനെയൊക്കെ ഏകദേശമൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ കണ്ടാ കിട്ടിക്കോളും കേട്ടോ, ഒരു പ്രശ്നമില്ല. യെസ്, അപ്പൊ അതും എന്ത് ചെയ്യാ, കണക്ട് ചെയ്യുക കേട്ടോ. യെസ്, അപ്പോ സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ ശക്തിയുള്ളവനാണ് വീരൻ എന്ന് പഠിച്ചു വെക്കാം. വീരേന്ദ്രകുമാർ എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി സർബത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്താൽ മതി. തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം, ആയുഷ്, സർബാനന്ദ സോനോവാൾ എന്ന് നോട്ട് ചെയ്തു വെക്കാം. നെക്സ്റ്റ്, വ്യോമയാനം, സ്റ്റീൽ, ജ്യോതിരാദിത്യ സിന്ധ്യ. വ്യോമയാനം എന്ന് പറയുമ്പോൾ ആകാശം അല്ലെ, ആകാശ ജ്യോതി.
സ്റ്റീലിന്റെ പ്രകാശം പതിച്ചാൽ നല്ല ജ്യോതി ഉണ്ടാവും അല്ലെ? യെസ്. വ്യോമയാനം സീൽ, ആകാശത്തൂടിയുള്ള ഒരു പ്രകാശം ഇങ്ങനെ സീലി പതിച്ചു കഴിഞ്ഞാലേ നല്ല ജ്യോതി ഉണ്ടാവില്ലേ? അപ്പോ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പഠിച്ചു നോക്കാം. വ്യോമയാനം സീൽ, സ്റ്റീലിലെ പ്രകാശം, ആകാശ ജ്യോതി സ്റ്റീലിൽ പ്രകാശം പതിച്ചാൽ നല്ല ജ്യോതി ഉണ്ടാവും കേട്ടോ. അപ്പൊ ആകാശം എന്ന് കേൾക്കുമ്പോ വ്യോമയാനം എന്ന് കിട്ടണം. വ്യോമയാനം സ്റ്റീല് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പഠിച്ചു വെക്കാം. ക്ലാസ് കിട്ടുന്നില്ലാന്നോ? യെസ്, കമന്റ്. യെസ്, എന്താ പ്രശ്നം? ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പഠിച്ചു വെക്കാം. റെയിൽവേ വാർത്താവിനിമയം, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയാന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? റെയിൽവേ വാർത്തകളെ ഇലക്ട്രോണിക് റേഡിയോയിലൂടെയാണ് അശ്വിനി കേട്ടത്. റെയിൽവേയുടെ വാർത്തകളൊക്കെ റേഡിയോയിലൂടെ, ഇലക്ട്രോണിക് റേഡിയോയിലൂടെയാണ് അശ്വിനി കേട്ടത്. റെയിൽവേയുടെ വാർത്തകളൊക്കെ ഇലക്ട്രോണിക് റേഡിയോയിലൂടെയാണ് അശ്വിനി കേട്ടത് കേട്ടോ. ഓക്കെ, റെയിൽവേ വാർത്താവിനിമയം ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ കേട്ടോ, റേഡിയോയിലൂടെയാണ്. വാർത്തകളെല്ലാം റേഡിയോയിലൂടെയാണ്, ഇലക്ട്രോണിക് റേഡിയോയിലൂടെയാണ് അശ്വിനി കേട്ടത് എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവും അവിടെ പോരൂല്ലേ? യെസ്, റെയിൽവേയുടെ വാർത്തകൾ, റെയിൽവേ വാർത്താവിനിമയം കേട്ടോ, റെയിൽവേ വാർത്താവിനിമയം ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, ഇലക്ട്രോണിക് റേഡിയോയിലൂടെയാണ് അശ്വിനി കേട്ടത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. റെയിൽവേയുടെ വാർത്തകളൊക്കെ റേഡിയോയിലൂടെയാണ് അശ്വിനി കേട്ടത്. ഇൻഫർമേഷൻ, റെയിൽവേ വാർത്താവിനിമയം അശ്വിനി വൈഷ്ണവ് എന്ന് ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, ഇനി ഗ്രാമവികസനം പഞ്ചായത്തി രാജ് ഗിരിരാജ് സിംഗ്. അതിന് പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട കാര്യമില്ല. ഗ്രാമം പഞ്ചായത്തി രാജ്, ഇവിടെയും രാജ് ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്, ഗ്രാമം ഗിരി, ഗ്രാമം ഗിരി, ഗ്രാമവികസനം ഗിരി, ഇതിങ്ങനെ കണക്ട് ചെയ്യാം. ഗ്രാമം ഗിരി രാജ് രാജ്, ഗ്രാമം ഗിരി രാജ് രാജ്, ഗ്രാമവികസനം യെസ് പഞ്ചായത്തി രാജ് ഗിരിരാജ് സിംഗ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. കിട്ടിയോ? അതും കിട്ടിയോ? കിട്ടണം. അപ്പൊ ഒന്നും കൂടി നോക്കിയേ. വ്യോമയാനം സ്റ്റീല്, വ്യോമയാനം സ്റ്റീല് ജ്യോതിരാദിത്യ സിന്ധ്യ. ഓക്കെ, ആകാശത്തൂടി പ്രകാശം വരുന്ന സമയത്ത് ഭയങ്കര ജ്യോതിയാണ് സ്റ്റീലി തട്ടുമ്പോ കേട്ടോ. ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പഠിച്ചു നോക്കാം. റെയിൽവേയുടെ വാർത്തകളൊക്കെ റേഡിയോയിലൂടെ കൂടിയാണ് അശ്വിനി കേട്ടത്. റെയിൽവേ വാർത്താവിനിമയം, പിന്നെ എന്താണ് റേഡിയോ, ഇതൊക്കെ ആരുടെയാണ്? അശ്വിനി വൈഷ്ണവിന്റെയാണ് എന്ന് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഗ്രാമം ഗിരി പഞ്ചായത്ത് രാജ് ഗിരിരാജ് സിംഗ് ആണ് ഗ്രാമവികസനവും പഞ്ചായത്ത് രാജ് എന്ന പോയിന്റും എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്, ഇത് എഴുതിയെടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ബാക്കിലോട്ട് പോകും. ആദ്യം മുതലേ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരണ്ടേ? തിരിച്ചു വരണം. ഓക്കെ, ഇത് എഴുതിയെടുത്തോ. യെസ്, അങ്ങോട്ടേക്ക് പോകുന്തോറും ഒരു പിരിമുറുക്കം ഉണ്ടാവും. പക്ഷെ അവസാനം ഇതെല്ലാം കൂടി നമ്മൾ സെറ്റ് ആക്കിയിട്ടേ എന്ത് ചെയ്യുള്ളൂ? നിർത്തുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയേ, ഒന്നുമില്ല, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പോക്കറ്റിലുണ്ട്. നോക്കിയേ നിങ്ങളെ, മോദിജി ദാ ആറ്റോമിക്കും സ്പേസും പെൻഷനും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പ്രതിരോധം കയ്യിലില്ലേ? ആഭ്യന്തര സഹകരണം കയ്യിലില്ലേ? ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അത് കയ്യിലില്ലേ? കോർപ്പറേറ്റ് കൂടി അവിടെ പഠിക്കണേ. റോഡ് ഗതാഗതം, ഹൈവേ, യെസ്. ഗട്ടറാണ് നിതിൻ ഗഡ്കരി അല്ലെ? മുണ്ട ആദിവാസി. വനിതാ ശിശു വികസനവും ന്യൂനപക്ഷ കാര്യം സ്മൃതി സുബിൻ ഇറാനി കിട്ടൂലേ? പിന്നെ ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യ പൊതുവിതരണ, വാണിജ്യ, വ്യവസായ, ടെക്സ്റ്റൈൽസ്, ഗോ. വിദ്യാഭ്യാസവും നൈപുണ്യവും ഭയങ്കര പ്രധാനമാണ്. പാർലമെന്ററി കാര്യം കൽക്കരി, ഖനി, പ്രഹ്ലാദ് ജോഷി. ടാറ്റു പിന്നെ സെറ്റാണ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. വിദേശകാര്യം സുബ്രഹ്മണ്യ ജയശങ്കർ കിട്ടൂലേ? കിട്ടണം. പിന്നെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം സർവാനന്ദ സോനാവാൾ. പിന്നെ സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ ശക്തിയുള്ളവൻ വീരൻ എന്ന് പഠിച്ചു വെക്കാം. കട്ടപ്പ കിട്ടിയില്ലേ? നെക്സ്റ്റ്, വ്യോമയാനം സ്റ്റീല് ജ്യോതിരാദിത്യ സിന്ധ്യ, റെയിൽവേ ഇൻഫർമേഷൻ ടെക്നോളജി വാർത്താവിനിമയം അശ്വിനി വൈഷ്ണവ്, പിന്നെ ഗ്രാമ വികസനം പഞ്ചായത്ത് രാജ് ഗിരിരാജ് സിംഗ് എന്നും പഠിച്ച് വെച്ചു. സെറ്റല്ലേ? കിട്ടിയില്ലേ? കിട്ടിയോ? യെസ്, സെറ്റല്ലേ? ആ, എന്നാൽ അടുത്തയിലേക്ക് പോകാം. ഭക്ഷ്യ സംസ്കരണം പശുപതി കുമാർ പരാശ്.
ഭക്ഷ്യ സംസ്കരണം പശുപതി പ്രകാശ്, പശുപതി കുമാർ പരാശ്. പശുവിനെ ഭക്ഷിക്കുന്നത് കേന്ദ്രം അംഗീകരിക്കില്ല, നിയമമുണ്ട് അല്ലെ. അപ്പൊ ഭക്ഷ്യ സംസ്കരണം ഭക്ഷ്യം പശുപതി കുമാർ പരാശ് എന്ന് പഠിച്ചു കേട്ടോ. പശുവിനെ ഭക്ഷിക്കുന്ന കേന്ദ്രം അംഗീകരിക്കൂലല്ലോ. അപ്പൊ അതെന്ത് ചെയ്യാ, ഭക്ഷിക്കുന്നത് പശുപതി കേന്ദ്രം അംഗീകരിക്കില്ല. അതുകൊണ്ട് ഭക്ഷ്യ സംസ്കരണം പശുവിനെ ഭക്ഷിക്കാൻ പാടില്ല എന്ന് ഓർത്താൽ മതി കേട്ടോ. ഭക്ഷ്യ സംസ്കരണം പശുപതി കുമാർ പരാശ് എന്ന് പഠിച്ചു നോക്കാം. ജലശക്തി മന്ത്രാലയം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ജലശക്തി അല്ലെ, ജലശക്തി മന്ത്രാലയം. നോക്കിയേ നിങ്ങളെ, ഒരു ആനയെ കണ്ടോ? ആ ഇവിടെ നോക്കിയേ, ശക്തിയിൽ ഇങ്ങനെ എന്താണ്, വെള്ളം വീശിയിട്ട് കുളിക്കുകയാണ് ആന. ഓക്കെ, അപ്പോ ആന ശക്തിയായി സ്പ്രേ ചെയ്ത് കുളിക്കുന്ന ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. ജലശക്തി മന്ത്രാലയം ഗജേന്ദ്ര കേട്ടോ, ഗജേന്ദ്ര ഷെഖാവത്തെ എന്ന് പഠിച്ചു വെക്കാം. ജലശക്തി മന്ത്രാലയം ആന ശക്തിയില്, ജലശക്തി മന്ത്രാലയം ഗജേന്ദ്ര ഷെഖാവത്തെ എന്ന് ഓർത്തു വെക്കാം. കിട്ടിയില്ലേ? കിട്ടണം കേട്ടോ. യെസ്, കിട്ടിയോ? യെസ്, ഇങ്ങനെ കൊണ്ടുവരില്ലേ? യെസ്, അപ്പൊ അതും പഠിച്ചു വെക്കാം. അപ്പൊ ഭക്ഷ്യ സംസ്കരണം പശു എന്ന് ഓർത്താ മതി. ഭക്ഷ്യ സംസ്കരണം പശുപതി കുമാർ പരാശ് എന്ന് പഠിച്ചു വെക്കാം. ജലശക്തി മന്ത്രാലയം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തെ എന്ന് പഠിച്ചു വെക്കാം. ആന ജലം ശക്തിയായി സ്പ്രേ ചെയ്ത് കുളിക്കുന്നു എന്ന പോയിന്റ് എന്ത് ചെയ്യാം, മനസ്സിലായി. ആ ചിത്രം കൊണ്ടുവന്നാൽ മതി. ജലശക്തി ഗജേന്ദ്ര ഷെഖാവത്ത്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇനി ആള് ഇവിടുന്ന് മന്ത്രിസഭയിൽ നിന്ന് പോയാലും നിങ്ങളെ മനസ്സിൽ അത് ഉണ്ടാവും കേട്ടോ. യെസ്, അപ്പൊ അതും കിട്ടിയില്ലേ? ഇതിന് റിവിഷൻ ചെയ്യണം. ഈ ചെറിയ ചീള് കേസിന് ഇനി നമ്മൾ അപ്പുറം ബാക്കിൽ പോയി വരണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് പഠിച്ചതിന് ശേഷം ബാക്കിലേക്ക് പോകുന്നില്ല കേട്ടോ, മുന്നോട്ട് പോകുന്നു. സാംസ്കാരികം ടൂറിസം വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം കിഷൻ റെഡ്ഡി. സാംസ്കാരികം ടൂറിസം വടക്ക് കിഴക്കൻ മേഖല. അപ്പോ കിഴക്കൻ മേഖലയുടെ സാംസ്കാരിക ടൂറിസം എന്ന് എന്ത് ചെയ്യാ, വെറുതെ കിഴക്കൻ മേഖലയുടെ സാംസ്കാരിക ടൂറിസം എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, കിഴക്കൻ മേഖലയുടെ കിഴക്കൻ, അത് പറയാൻ കാരണം എന്താ, കിഷൻ റെഡ്ഡിയാണ് കേട്ടോ. വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം, കിഴക്കൻ മേഖലയുടെ സാംസ്കാരിക, അപ്പൊ സാംസ്കാരികം ടൂറിസം കിഴക്കൻ മേഖലയുടെ വികസനം കിഷൻ റെഡ്ഡി എന്ന് എന്ത് ചെയ്യാ, കണക്ട് ചെയ്ത് ചുമ്മാ അങ്ങ് പോവാ കേട്ടോ. ഓപ്ഷനകത്ത് കിട്ടിക്കോളും. ഭൗമശാസ്ത്ര മന്ത്രാലയം കിരൺ റിജ്ജു. ഭൗമകിരണം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഭൗമശാസ്ത്ര മന്ത്രാലയം കിരൺ റിജ്ജു. ഭൗമകിരണം കേട്ടോ. ഭൗമശാസ്ത്ര മന്ത്രാലയം കിരൺ റിജ്ജു. ഭൗമകിരണം എന്നാലോചിച്ചാൽ മതി. ഭൗമകിരണം. ഓക്കെ, ഭൗമകിരണം എന്നാലോചിച്ചാൽ മതി. ഇനി വൈദ്യുതി പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജം രാജ്കുമാർ സിംഗ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, വൈദ്യുതി പുനരുപയോഗിക്കാവുന്നതും പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജം രാജ്കുമാർ സിംഗ്. അതിപ്പോ എങ്ങനെ ആലോചിക്കുക, വൈദ്യുതിയുള്ള ആളെ, ഇഷ്ടംപോലെ വൈദ്യുതിയുള്ള ആള്, പുതിയതും പുനരുപയോഗിക്കാവുന്നതുള്ള ഊർജ്ജമുള്ള ആളെ എന്താണ്, യെസ്, രാജാവാണ് രാജ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. രാജ്കുമാർ സിംഗ് എന്ന് വിളിച്ചു വെക്കാം. ഓക്കെ, യെസ്, നിങ്ങളേതായുള്ള രീതിയിൽ ആലോചിക്കുക. ഭൗമകിരണം ഭൗമശാസ്ത്ര മന്ത്രാലയം കിരൺ റിജ്ജു എന്ന് പഠിച്ചു വെക്കാം. കിഴക്കൻ മേഖലയുടെ സാംസ്കാരിക ടൂറിസം എന്ന് ആലോചിച്ചാലേ അത് കിട്ടിക്കോളും കേട്ടോ. നെക്സ്റ്റ്, പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. അല്ലെ വേണ്ട, ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് നല്ലത് അല്ലെ. യെസ്, അവിടെ വലിയ കടിച്ചാ പൊട്ടാത്ത എന്തൊക്കെ ഉണ്ട് നോക്കാം നമുക്ക്. മോദിജി എന്തൊക്കെയാ, പെൻഷൻ, ആറ്റോമിക്, സ്പേസ്, സെറ്റ്. രാജ്നാഥ് സിംഗ് രാജ്യത്തെ കാക്കുന്ന നാഥനാണ്. ആഭ്യന്തര കാര്യങ്ങളിൽ അമിതമായി സഹകരിക്കരുത് അല്ലെ. ധനകാര്യം കോർപ്പറേറ്റ് നിർമ്മലാ സീതാരാമൻ തെറ്റാണ്. റോഡിൽ പിന്നെ ഗട്ടറാണ്, അതും കുഴപ്പമില്ല. അർജുൻ മുണ്ട ആദിവാസി, കൃഷിയും കർഷക ക്ഷേമം അവിടെ വരും. വനിതാ വികസനം, ന്യൂനപക്ഷ കാര്യം, സ്മൃതി ഇറാനി വന്നില്ലേ. പിന്നെ ഗോ. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ നൈപുണ്യ വികസനവും. പാർലമെന്ററി കൽക്കരി ജോഷി. പിന്നെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ നാരായൺ ടാറ്റു. സുബ്രഹ്മണ്യ ജയശങ്കർ വിദേശകാര്യം. തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം സർവാനന്ദ സോനോവാൾ. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ഡോക്ടർ വീരേന്ദ്രകുമാർ വീരൻ കേട്ടോ. വ്യോമയാനം സീല്, വ്യോമം ആകാശൂടി ഇങ്ങനെ സീല് പതിക്കുമ്പോ എന്താണ്, ജ്യോതി വന്നില്ല, മണ്ണാങ്കട്ടെ വന്നില്ല, ഇത് ജ്യോതിരാദിത്യ സിന്ധ്യ. ഇനി റെയിൽവേ വാർത്താവിനിമയം, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അശ്വതി വൈഷ്ണവ്.
റെയിൽവേ വാർത്തകൾ ഇലക്ട്രോണിക് റേഡിയോയിലൂടെയാണ് അശ്വിനി കേട്ടത് അല്ലെ. പിന്നെ ഗ്രാമവികസനം പഞ്ചായത്ത് ഗിരിരാജ് സിംഗ്. ഓപ്ഷൻ കണ്ടാ കിട്ടൂലേ, ഇതൊക്കെ കിട്ടണം. ഭക്ഷ്യ സംസ്കരണം പശു, കണക്ട് ചെയ്യാം. ജലശക്തി ഗജേന്ദ്ര ഷെക്കാവത്ത്, അത് സെറ്റാണ്. പിന്നെ കിഴക്കൻ മേഖലയുടെ സാംസ്കാരിക ടൂറിസം. പിന്നെ ഭൗമകിരണം, അതും സെറ്റാണ്. വൈദ്യുതി പുതിയതും പുനരുപയോഗിക്കാവുന്നതായ ഊർജം രാജ്കുമാർ സിംഗ് എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. യെസ്, അപ്പൊ പോട്ടെ പോട്ടെ പോട്ടെ. കിട്ടിയോ? കിട്ടുന്നില്ലേ? ഓൾമോസ്റ്റ് കിട്ടുന്നില്ലേ? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 80% കിട്ടുന്നില്ലേ? 80%, 80% ഓക്കെയാണോ? ഓക്കെ അല്ലേ? ഇതിങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയം, ഭവന നഗരകാര്യ മന്ത്രാലയം, ഹർദീപ് സിംഗ് പുരി എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പുരി. പുരി എന്നുള്ളത് നമുക്ക് പുര എന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഭവനം കേട്ടോ, പുരി പുര. യെസ്, വീടുകളിലും പിന്നെ വീടുകളിലൊക്കെ എന്താണ് പെട്രോളിയവും പ്രകൃതിവാതകവും ഒക്കെ കത്തിച്ചിട്ടാണ് നഗരത്തിൽ ആളുകൾ ജീവിക്കുന്നത് കേട്ടോ. പുരി, ഭവനം, പ്രകൃതിവാതകം, പെട്രോളിയം കണക്ട് ചെയ്യാം. ആരോഗ്യ കുടുംബക്ഷേമം രാസവളം മൻസുഖ് മാണ്ഡവ്യ. ഇതിവിടെ ശ്രദ്ധിച്ചോണേ. ആരോഗ്യ കുടുംബക്ഷേമം രാസവളം മൻസുഖ് മാണ്ഡവ്യ. അതായത് ആരോഗ്യം, കുടുംബക്ഷേമം, ആരോഗ്യത്തിനും കുടുംബക്ഷേമം, മനസ്സിനും സുഖമുണ്ടാവാൻ രാസവളം നമുക്ക് എന്ത് ചെയ്യണം? മാണ്ടാന്ന് വെക്കേണ്ടി വരും. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ഒരു ഭാഷയാണ് എന്ത്, ഒഴിവാക്കുന്നതിനെ മാണ്ടാന്ന് പറയാം. എനിക്ക് വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരോഗ്യവും നല്ല കുടുംബവും മനസ്സിനൊക്കെ നല്ല സുഖവും വേണമെങ്കിൽ രാസവളം എന്ത് ചെയ്യണം? മാണ്ടാന്ന് വെക്കേണ്ടി വരും. എന്താണ്? ആരോഗ്യവും കുടുംബക്ഷേമവും മനസ്സിനൊക്കെ സുഖം വേണമെങ്കിൽ രാസവളം മാണ്ടാന്ന് വെക്കേണ്ടി വരും. മൻസുഖ് മാണ്ഡവ്യ, ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം കേട്ടോ. ഓക്കെ, അത് ഓർത്തു വെക്കുക. ആരോഗ്യവും കുടുംബക്ഷേമവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, മനസ്സിന് സുഖം വേണമെന്നുണ്ടെങ്കിൽ രാസവളം മാണ്ടാന്ന് വെക്കേണ്ടി വരും കേട്ടോ. മൻസുഖ് മാണ്ഡവ്യ ഇപ്പുറത്ത് കിട്ടണം, രാസവളം, ആരോഗ്യം, കുടുംബക്ഷേമം. ബാക്കിയൊക്കെ ഓപ്ഷൻ അതൊന്ന് കിട്ടും കേട്ടോ. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം, തൊഴിൽ മന്ത്രാലയം ഭൂപേന്ദ്ര യാദവ് കേട്ടോ. അപ്പൊ ഭൂപേന്ദ്ര എന്ന് പറയുമ്പോ തന്നെ ഭൂമി ആലോചിച്ചാൽ മതി. അപ്പൊ പരിസ്ഥിതിയും വനവും കാലാവസ്ഥാ വ്യതിയാനവും അതൊക്കെ അതിനകത്ത് കിട്ടൂല്ലേ. അപ്പൊ ഭൂപേന്ദ്ര യാദവ്, പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം, തൊഴിൽ മന്ത്രാലയം എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്തൊക്കെ. ഭൂമി കേട്ടോ. ഭൂപേന്ദ്ര എന്ന് പറയുമ്പോ ഭൂ, പരിസ്ഥിതി, കാലാവസ്ഥ, യെസ്, അതൊക്കെ അതിനകത്തുനിന്ന് കിട്ടും. പിന്നെ മൻസുഖ് മാണ്ഡവ്യനെ പഠിക്കാൻ എളുപ്പമാണ്. ആരോഗ്യവും കുടുംബക്ഷേമവും മനസ്സിന് സുഖമൊക്കെ വേണമെങ്കിൽ എന്താണ്? രാസവളം മാണ്ഡവ്യ എന്ന് പഠിച്ചു വെക്കാം. പുരി, പുര, ഭവനം കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അതും ഏകദേശം നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. യെസ്, അപ്പോ അതും കിട്ടണം. ഒന്ന് നോക്കിയേ, ഞാനൊന്ന് പറയും, എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? എത്രയായിപ്പോ? ഇത് ഒറ്റക്ക് പഠിച്ചു കഴിഞ്ഞാല് ആകെ മലപ്പുറം ഭാഷ പറഞ്ഞ പിരാന്താവും. ആവൂലേ? ഇപ്പൊ എത്രയായി? അതിന് ഞാൻ എന്താ അറിയാ, ഞാനൊന്ന് കുറച്ച് ചോദ്യം ചോദിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യോ? ഞാൻ ചിലത് ചോദിക്കാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് സ്വയം എന്ത് ചെയ്യാം, വിലയിരുത്താം. ഓക്കെ, ചോദിക്കട്ടെ. ഞാൻ മലപ്പുറത്തുകാരനാണ്. യെസ്, നിങ്ങൾ എവിടെ നാട്? ഞാൻ മലപ്പുറമാണ് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ നമ്മുടെ മോദിജിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ആരാണ് നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി? പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ. രാജ്യത്തെ കാക്കുന്നവനാണ് പ്രതിരോധം, നാഥനാണ് അല്ലെ, രാജ്നാഥ് സിംഗ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? സഹകരണം, ആഭ്യന്തര കാര്യത്തിൽ അമിതമായി സഹകരിക്കേണ്ട അല്ലെ, അമിത്ഷാ തന്നെയാണ് സഹകരണം എന്നും പഠിച്ചു വെക്കാം. ഓക്കെ. ഇനി പിന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സംശയമില്ല, ആരാം?
നിർമ്മല സീതാരാമൻ എന്ന് പഠിച്ചു വെക്കാം അല്ലെ. നിർമ്മല സീതാരാമൻ എന്ന് പഠിച്ചു വെക്കാം. ആരോഗ്യം കുടുംബക്ഷേമം ആരുടെ വകുപ്പാണ്? ആരോഗ്യം കുടുംബക്ഷേമം മൻസുഖ് മാണ്ഡവ്യ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം അല്ലെ. ഓക്കെ, മൻസുഖ് മാണ്ഡവ്യ എന്ന പോയിന്റ് എന്ത് ചെയ്യണം? നമ്മളെ നോട്ട് ചെയ്ത് വെക്കണം. റെയിൽവേ വാർത്താവിനിമയം ആരുടെ വകുപ്പാണ്? റെയിൽവേ വാർത്താവിനിമയം അശ്വിനി വൈഷ്ണവാണ് അല്ലെ. റേഡിയോ റെയിൽവേ വാർത്താവിനിമയം അശ്വിനി വൈഷ്ണവാണ്. ജലശക്തി മന്ത്രാലയം, ജലശക്തി മന്ത്രാലയം ആരുടെ വകുപ്പാണ്? ഗജേന്ദ്ര ഷെഖാവത്ത്. കിട്ടുന്നുണ്ടോ? ഗജേന്ദ്ര ഷെഖാവത്തെ എന്ന പോയിന്റ് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി വനം, കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? യെസ്, വനം, പരിസ്ഥിതി, കാലാവസ്ഥ, ഭൂപേന്ദ്ര യാദവേ എന്ന പോയിന്റ് എന്ത് ചെയ്യാം? അവിടെ കിട്ടണം. കിട്ടൂലേ? യെസ്. ഓക്കെ, പിന്നെന്തായിരുന്നു? നമ്മുടെ ആണവ നിലയങ്ങൾ, ബഹിരാകാശം, സ്പേസ് ഒക്കെ ആരുടെ ഡ്യൂട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, നരേന്ദ്രമോദിജിയുടെ ഡ്യൂട്ടിയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ? കുറെയൊക്കെ കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. എന്ത്? ഇപ്പോ നിങ്ങളെ മനസ്സിലേക്ക് ഇത് കേറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെമ്മറിയുടെ താൽക്കാലിക മെമ്മറിയിലേ അത് കേറുള്ളൂ. കമ്പ്യൂട്ടറിന്റെ കോഴ്സ് ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. LDCക്കും LSCക്കും എല്ലാ പരീക്ഷയ്ക്കും വേണ്ട കമ്പ്യൂട്ടറിന്റെ കോഴ്സ് ഒരു 3 മാസത്തെ കോഴ്സ് ജനുവരി 17 തുടങ്ങി ഒരു മാർച്ച് 10 വരെയൊക്കെയുള്ള ഒരു കോഴ്സ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എന്റെ മെയിൻ സബ്ജക്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മെമ്മറിയുടെ താൽക്കാലിക സ്പേസിലേക്കേ അത് കയറുള്ളൂ. റാം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അവിടെ നിന്ന് അത് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്കോ SSDയിലേക്കോ പെർമനന്റ് ആയിട്ടുള്ള മെമ്മറിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ റിവിഷൻ തന്നെ വേണം. ഓക്കെ, പെർമനന്റ് ആയിട്ടുള്ള മെമ്മറിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ റിവിഷൻ വേണം. അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഞാനാണ് പഠിക്കുന്നതെങ്കിൽ എന്റെ കയ്യില്, നിങ്ങളാണെങ്കിൽ അത് ഈ പറയുന്ന സജിലയുടെയും സരിതയുടെയും വിനീതയുടെയും സെഫിയയുടെയും സോനയുടെയും അർജുന്റെയും ഒക്കെ കയ്യിലാണ്. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. അത് ഈ ഞായറാഴ്ചത്തെ പരീക്ഷ വരെ കാത്തു നിൽക്കണം എന്നില്ല, അതിനു മുമ്പ് എപ്പോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ അത് ചെയ്തേ മതിയാവുള്ളൂ. നിങ്ങളെ കയ്യിലേക്ക് തന്നു കേട്ടോ. യെസ്, അതിന്റെ മുമ്പുള്ള പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, യെസ്. ഇനി അപ്പൊ ഇതുവരെ ഓക്കെ ആണ്, ഇതുവരെ നമുക്ക് ഓക്കെ ആണ്. ഘനവ്യവസായം മഹേന്ദ്രനാഥ് പാണ്ഡെ, ഇത് പഠിക്കാമോ? ഘനവ്യവസായം മഹേന്ദ്രനാഥ് പാണ്ഡെ. ഘനം എന്ന് പറഞ്ഞാൽ നല്ല കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഹെവിയാണ് അല്ലെ. കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹെവിയാണ്, മഹാ വലിയത് അല്ലെങ്കിൽ അതും ഹെവിയാണ് എന്ന് വേണമെങ്കിൽ പഠിച്ചു. രണ്ടിനും ഘനമായിട്ടുള്ളത് എന്ന് പറയുമ്പോഴും ഹെവി എന്ന് പറയുമ്പോഴും പിന്നെ മഹാ എന്ന് പറയുമ്പോഴൊക്കെ ഒക്കെ എന്താണ്? ഒരു വലിയത്, ഭീകരമായത് എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഘനവ്യവസായം മഹേന്ദ്ര, മഹാഘന, കന എന്ന് പറയുമ്പോഴും മഹാ എന്ന് പറയുമ്പോഴും വലുത്, ഹെവി എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഘനവ്യവസായം മഹേന്ദ്രനാഥ് പാണ്ഡെ എന്ന് പഠിച്ചു. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പർഷോത്തം രൂപാല. എളുപ്പമാണ്. അതായത് മീനിനെ വളർത്തിയാലും മൃഗങ്ങളെയും പാല് വിറ്റാലും ഒക്കെ ക്ഷീരവികസനവും സംരക്ഷണവും, അതായത് മീൻ വളർത്തിയാലും മൃഗങ്ങളെ പരിപാലിച്ചാലും പാല് വിറ്റാലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? രൂപാല, നമുക്ക് രൂപ കിട്ടും, പൈസ കിട്ടും എന്ന് ഓർത്താൽ മതി. മീൻ വിറ്റാലും പശുവിനെ വളർത്തി പാല് വിറ്റാലും മൃഗങ്ങളെ സംരക്ഷിച്ച് അതിനെ പരിപാലിച്ച് വിറ്റാലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് യെസ് രൂപാല കിട്ടും എന്നോർത്താൽ മതി. രൂപ കിട്ടും, പൈസ കിട്ടും എന്നോർത്ത് വെക്കാം കേട്ടോ. അപ്പോ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പർഷോത്തം രൂപാല എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. രൂപ കിട്ടും എന്നോർത്ത് വെക്കാം കേട്ടോ. യെസ്. കോഡ് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോ കോഡ് ഓർക്കാൻ വേണ്ടിയിട്ട് കോഡ് എഴുതി വെക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലെ. നമ്മളൊരു കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കും, എന്നിട്ട് ആ കോഡ് ആലോചിച്ച് നിൽക്കും നമ്മള്. അപ്പൊ അതിനാണ് നമ്മൾ ചെറിയ ഹിന്റുകൾ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും വായിച്ചു നോക്കുകയാണെങ്കിലും കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇനി അടുത്തത് ശ്രദ്ധിക്കണേ. അടുത്തത് ആരും വ്യക്തിപരമായി എടുക്കരുത് കേട്ടോ. ഇത് കഥയും എന്താണ് തികച്ചും സാങ്കല്പികം മാത്രമാണ്. അടുത്തത് യുവജനകാര്യം കായിക മന്ത്രാലയം. യുവജനകാര്യ കായിക മന്ത്രാലയം അനുരാഗ് സിംഗ് താക്കൂർ എന്ന് പഠിച്ചു. അതായത് യുവജനം,
യുവാക്കൾക്കാണല്ലോ അനുരാഗം ഉണ്ടാവുക. ആരും വ്യക്തിപരമായി എടുക്കരുത്, അല്ലാത്തവരുണ്ടാവും അല്ലെ. യുവജനകാര്യം അനുരാഗ് സിംഗ് താക്കൂർ. യെസ്, ഇനി അനുരാഗം ഉണ്ടാവും. അത് വെറുതെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഓടേണ്ടി വരും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായിക മന്ത്രാലയം കൂടി അയാൾക്ക് ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ യുവജനകാര്യം അനുരാഗം, യുവജനം അനുരാഗം എന്ന് പഠിച്ചു വെക്കാം. അഥവാ അത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ കായിക മന്ത്രാലയം ഓടേണ്ടി വരും എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ യുവജനകാര്യം കായിക ക്ഷേമം അനുരാഗ് സിംഗ് താക്കൂർ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. ഒന്ന് നിങ്ങൾ മറക്കൂലായിരിക്കും, നോക്കിക്കോ. യുവജനകാര്യം കേൾക്കുമ്പോ തന്നെ അനുരാഗത്തിലേക്ക് നിങ്ങൾ പോകും ഓട്ടോമാറ്റിക്കലി. പഴയ അങ്ങനല്ല, അതിലേക്കൊക്കെ പോകും കേട്ടോ. അപ്പൊ യുവജനകാര്യം അനുരാഗ് സിംഗ് താക്കൂർ, കായികക്ഷേമം എന്ന പോയിന്റ് കൂടി ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ അതും സെറ്റാണ്. അപ്പൊ ഖനം, മഹാ, അത് ഓക്കെയാണ്. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. മീനിനെ വിറ്റാലും മൃഗങ്ങളെ സംരക്ഷിച്ചാലും പാല് വിറ്റാലും ഒക്കെ നമുക്ക് രൂപ കിട്ടണം അല്ലെ. യുവജനകാര്യം അനുരാഗ് സിംഗ് താക്കൂർ, കായിക മന്ത്രാലയം അനുരാഗ് സിംഗ് താക്കൂർ എന്ന് പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ അതങ്ങനെ കേട്ടോ, അതങ്ങനെ. യെസ്, അപ്പൊ അതും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ലേ? ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടേ, കിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇതിങ്ങനെയൊക്കെ പഠിപ്പിച്ചാലേ കേറുള്ളൂ മക്കളെ, അല്ലേ? നമുക്ക് എങ്ങനെങ്കിലും ജോലി കിട്ടണ്ടേ? എങ്ങനെങ്കിലും നമുക്ക് ജോലി കിട്ടിയെടുക്കണ്ടേ? ജോലി കിട്ടിയാൽ നിങ്ങൾ എന്നെ കാണൂലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കൂലേ? വിളിക്കൂലേ? യെസ്, ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്ന് മുതൽ ജനുവരി 1 മുതൽ 2024 ജനുവരി 1 മുതൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഓരോരുത്തർക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി, ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ, പച്ചവെള്ളത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ എത്തി കേന്ദ്രമന്ത്രിമാർ. ഞാൻ ഒന്നും പറയുന്നില്ല. മോദിജി മനസ്സിലേക്ക് കൊണ്ടുവന്ന എന്തൊക്കെയാണ്? മനസ്സിലേക്ക് കൊണ്ടുവന്നേ വന്നോ? ഓക്കെ, സെറ്റ് അല്ലേ? പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം, റോഡ് ഗതാഗതം, ഒരു കുഴപ്പമില്ല, ഫുൾ പക്കയാണിത്. ആദിവാസി മുണ്ട സെറ്റ്, വനിതാ ശിശു വികസനം, ഇറാനി ഗോ ഗോ ഗോ. ഓക്കെ, ധർമ്മേന്ദ്ര പ്രധാൻ, ഗൽക്കരിയും ഖനിയും പ്രഹ്ലാദ് ജോഷി, ടാറ്റു. ഓക്കെ, വിദേശകാര്യം സുബ്രഹ്മണ്യ ജയശങ്കർ. ഇത് നമ്മൾ വല്ലാണ്ട് കോടൊന്നും ചേർത്തിട്ടില്ല, എന്ത് ചെയ്യാ, വെള്ളം ചേർക്കാതെ കുടിച്ചോളത് കേട്ടോ. നെക്സ്റ്റ്, സർബത്ത്, തുറമുഖം, സമൂഹത്തിൽ നീതി നടപ്പാക്കാൻ ശക്തിയുള്ളവൻ വീരൻ. ഓക്കെ, ജ്യോതിരാദിത്യ സിന്ധ്യ, വ്യോമയാനം സ്റ്റീൽ കിട്ടൂലേ? റെയിൽവേ പിന്നെ അശ്വിനി സെറ്റ് ആണ്. ഓക്കെ, ഗ്രാമവികസനം, പഞ്ചായത്ത് രാജ് ഗിരിരാജ് സിംഗ്, അത് ഓക്കെയാണ്. ഭക്ഷ്യ സംസ്കരണം, പശു കിട്ടൂലേ? ഗജേന്ദ്ര ഷെഖാവത്ത് ഒക്കെ ഇനി ഒന്നും വേണ്ട. ഇനി കിഴക്കൻ മേഖലയുടെ സാംസ്കാരിക ടൂറിസം അല്ലെ? ഓക്കെ, സാംസ്കാരിക ടൂറിസം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം, കിഷൻ അങ്ങനെ ആക്കിയതാണ് കിഴക്കൻ മേഖല, കിഷൻ റെഡ്ഡി ആയതുകൊണ്ട്. ഭൗമകിരണം, വൈദ്യുതി, പുതിയതും പുനരുപയോഗിക്കാവുന്ന ഊർജം, രാജ്കുമാർ സിംഗ്. ഓക്കെ, പിന്നെന്താ, പുരി വീട്, ഭവനം, പ്രകൃതിവാതകം, പെട്രോളിയം കണക്ട് ചെയ്യാം. ആരോഗ്യത്തിനും കുടുംബക്ഷേമത്തിനും മനസ്സിനും സുഖത്തിനും രാസവളം വേണ്ടാന്ന് വെക്കേണ്ടി വരും അല്ലെ. പിന്നെ പരിസ്ഥിതി, വനം, ഭൂപേന്ദ്ര യാദവ് കിട്ടുന്നില്ലേ? യെസ്. പിന്നെ നമ്മളിപ്പോ പഠിച്ച അനുരാഗവും രൂപാലയും ഘനവും. യെസ്, അപ്പോ അത്രയാണ് പ്രധാനപ്പെട്ട മന്ത്രിമാര്. അപ്പോ ഇത്രയും കാര്യങ്ങളെ മനസ്സിലേക്ക് ആയി വിചാരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് കുറച്ച് സഹമന്ത്രിമാരെ കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവാം കേട്ടോ. ഇതിന് കോഡൊന്നുമില്ല. ഇനി എല്ലാവരും റിലാക്സ് ചെയ്ത് നോട്ടൊക്കെ എഴുതിയെടുത്തിട്ട് ഒന്ന് പഠിക്കുക. പഴയത് നമുക്ക് ഒന്നുകൂടി റിവിഷൻ ചെയ്തിട്ട് റാപ്പിഡ് ഫയർ ആയിട്ടുള്ള ഒരു റിവിഷൻ ഉണ്ടാവും, അതോടുകൂടിയിട്ട് പരിപാടി അവസാനിപ്പിക്കും കേട്ടോ. റാവു ഇന്ദർജിത് സിംഗ്, സ്ഥിതി വിവര കണക്ക്, പദ്ധതി നടപ്പാക്കൽ, ആസൂത്രണ മന്ത്രാലയം സഹമന്ത്രിയുമാണ്. ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം സഹമന്ത്രി. അർജുൻ റാം മേഘ്വാൾ, ഇത് ചോദിച്ചിട്ടുണ്ട്. അർജുൻ റാം മേഘ്വാൾ, നിയമനീതി മന്ത്രാലയം. അപ്പൊ സഹമന്ത്രിമാര് റാവു ഇന്ദർജിത് സിംഗ്, സ്ഥിതി വിവര കണക്ക്, പദ്ധതി നടപ്പാക്കൽ, ആസൂത്രണ മന്ത്രാലയം. ജിതേന്ദ്ര സിംഗ്, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. അർജുൻ റാം മേഘ്വാൾ, നിയമ നീതി മന്ത്രാലയം. ഇത് നമ്മുടെ മന്ത്രിമാർ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് കുറച്ച് സഹമന്ത്രിമാര്. മലയാളിയായ സഹമന്ത്രിയെ നമ്മൾ എടുത്തു പഠിക്കണം, വി മുരളീധരൻ. വിദേശകാര്യ സഹമന്ത്രി, വിദേശകാര്യ മന്ത്രി ആരായിരുന്നു? ജയശങ്കർ അല്ലെ? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യ ജയശങ്കർ എന്ന് പഠിച്ചിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ സഹമന്ത്രിയാണ് ആര്? നമ്മുടെ
വി മുരളീധരൻ എന്ന പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എസ് വി മുരളീധരന്റെ വകുപ്പുകൾ പഠിച്ചു വെക്കണം. വിദേശകാര്യ സഹമന്ത്രി, പാർലമെന്ററി കാര്യ സഹമന്ത്രിയാണ് മലയാളിയായ വി മുരളീധരൻ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അടുത്ത ഒരു 2 മിനിറ്റ് ഞാൻ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നില്ല, കാരണം ഇത് തന്നെ ഇന്നത്തെ ഒരു ടോപ്പിക്, ഒരു കൺജസ്റ്റഡ് ടോപ്പിക് ആണ്. പക്ഷെ നമ്മൾ നമ്മുടേതായുള്ള രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് ഈ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഞാൻ തന്നെ കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കിട്ടിയോ? കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലേ. യെസ്, ഇതിങ്ങനെ വെറുതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു എനർജിയാണ്. പക്ഷെ എനർജി ഉള്ളതെന്ന് മാത്രമേ, നന്നായിട്ട് എനർജി ഉള്ളതെന്ന് മാത്രമേ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കിട്ടുള്ളൂ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എക്സാമും ഇല്ലായിരുന്നു. എക്സാം ഉണ്ടാവുമ്പോൾ എനിക്ക് ഇതുപോലെ അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് എക്സാം നടത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എക്സാം ഉള്ള ദിവസങ്ങളിൽ നമുക്ക് അവിടെ തന്നെ ചെയ്യാം. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ ഇതുപോലെ കുറച്ച് പ്രിപ്പറേഷന് സമയം കിട്ടുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എടുക്കുകയും ചെയ്യാം കേട്ടോ. യെസ്, ലാസ്റ്റ് സ്ലൈഡാ ഇതാണോ? ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഒരു റിവിഷനും കൂടെ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. യെസ്, കമന്റ് ബോക്സിൽ ചുവപ്പ് കളറൊക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, പൊളിയാണ്. സന്തോഷം സന്തോഷം. പ്രീവിയസ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ഉദ്ദേശിച്ചേ? യെസ്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കോഴ്സ് ഒക്കെ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 7510116655 കേട്ടോ. യെസ്, കമ്പ്യൂട്ടർ നമ്മൾ കേശുവേട്ടന്റെ കടയും കുട്ടപ്പേട്ടന്റെ പെട്ടിക്കടയൊക്കെ വെച്ചിട്ടാണ് ക്യാഷ് മെമ്മറിയും മറ്റും ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് LDCക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, ഡിഗ്രി ലെവൽ പ്രിലിംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ക്ലാസ്സിലേക്ക് വരാം. 10 മണിക്കാണ് ക്ലാസ്, രാവിലെ 10 മണിക്കാണ് ക്ലാസ്, ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതുപോലെ നമ്മളെ പച്ചവെള്ളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ കോഴ്സുകളോ LDCയുടെ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു ഫീസിൽ നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ എന്താണ് കേരളം ഭരണ സംവിധാനത്തിന്റെ കോഴ്സ് വരുന്നുണ്ട്. പിന്നെ ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്ന ഏരിയയിൽ ഏതെങ്കിലും പരീക്ഷയിൽ PSC ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും പരീക്ഷയിൽ ഇല്ലല്ലോ. അതിനി ഏത് ലെവലാണെങ്കിലും, 10th ലെവൽ ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവലിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു കോഴ്സ്, ഒരു 4 ക്ലാസ് മാത്രമുള്ള, 5 ക്ലാസ് മാത്രമുള്ള ഒരു കുഞ്ഞു കോഴ്സ് വരുന്നുണ്ട്. പിന്നെ സുപ്രധാന നിയമങ്ങളുടെ കോഴ്സ് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് അമെന്റ്മെന്റ്സിനെ കുറിച്ചൊരു ക്ലാസ് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് ക്ലാസ് മാർച്ച് മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, അതെ, നമ്മള് കുഞ്ഞു കുഞ്ഞ് ഓരോ മാർക്കുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാർക്കുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരുടെയും പഠിക്കേണ്ട കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഒരേപോലെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും ക്യാച്ച് ചെയ്യേണ്ടതും ഓരോരുത്തരും എടുക്കേണ്ടതുമായിട്ടുള്ള വിധം പലതായിരിക്കും. അപ്പൊ എല്ലാം കൂടി കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി അല്ലെ. എല്ലാം കൂടി നിങ്ങൾക്ക് വളരെ നല്ല ക്ലാസ് ഒരുപാട് കിട്ടാനുണ്ട്. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതിൽ നമ്മൾ മാക്സിമം ഡീപ്പായിട്ട് ഡെപ്തില് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് പച്ചവെള്ളം ഉദ്ദേശിക്കുന്നത് കേട്ടോ.